പ്രകൃതിയിലെ ബോംബുകൾ എന്ന വിശേഷണമുള്ള അഗ്നിപർവ്വതങ്ങളുടെ ശാസ്ത്രവും വിശേഷങ്ങളുമാണ് ഇന്ന് മലയാളം ഫാക്ട്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു മലയാളം ഫാക്ട്സ്. പടിഞ്ഞാറൻ ഇറ്റലിയിൽ നേപ്പിൾസിന് സമീപം സ്ഥിതി ചെയ്ത പ്രാചീന നഗരമായിരുന്നു പോംപെയ്. ഗ്രീക്ക് സംസ്കാരത്തിൽ തഴച്ചു വളർന്ന് പിന്നീട് റോമൻ കോളനിയായ സമ്പന്ന നഗരം. ചരിത്രമുറങ്ങുന്ന ആ നഗരം AD 79 ഓഗസ്റ്റ് 24 ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായി ഇല്ലാതായി. പോംപെയ് നഗരത്തിന് സമീപം തലയുയർത്തി നിന്ന വെസൂവിയസ് എന്ന അഗ്നിപർവ്വതമാണ് ഈ കഥയിലെ വില്ലൻ. 8 നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന നിശബ്ദമായ ഉറക്കത്തിൽ നിന്ന് അന്നേ ദിവസം വെസൂവിയസ് പർവ്വതം ഉണർന്നെഴുന്നേറ്റ് പൊട്ടിത്തെറിച്ചു. അതിഭീകരമായ ആ സ്ഫോടനത്തിൽ 1300 മീറ്ററോളം ഉയരമുള്ള വെസൂവിയസിന്റെ മുകൾ ഭാഗം അപ്പാടെ തെറിച്ചുപോയി. പോംപെയ് നഗരത്തിന് സംഭവിച്ച ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച ക്ലാസിക് നോവലാണ് പോംപെയുടെ അന്ത്യനാളുകൾ. എഡ്വാർഡ് ബുൾവർ ലിറ്റൺ എന്ന ഇംഗ്ലീഷ് നോവലിസ്റ്റ് 1834 ഈ ചരിത്ര നോവൽ രചിച്ചത്. ഉള്ളിയുടേതുപോലെ ഭൂമിക്കും പല അടുക്കുകളുണ്ട്. ഈ ഉള്ളുകള്ളികളിലാണ് അഗ്നിപർവ്വതങ്ങളുടെ രഹസ്യമിരിക്കുന്നതെന്ന് പറയാം. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള അടുക്കാണ് ഭൂവൽക്കം. മണ്ണും പാറകളുമൊക്കെ നിറഞ്ഞ ഈ പുറംപാളിക്ക് വെറും 35-70 കിലോമീറ്റർ കനമേയുള്ളൂ. ഭൂമധ്യരേഖയിലൂടെ ഭൂമിയെ ഒന്ന് ചുറ്റി വരണമെങ്കിൽ ഏതാണ്ട് 40,000 കിലോമീറ്റർ സഞ്ചരിക്കണം. ഭൂമിക്ക് നടുവിലൂടെ മറുപുറത്തേക്ക് ഒരു തുരങ്കമുണ്ടാക്കിയാൽ അതിന് 12,000 കിലോമീറ്ററിലധികം നീളം വരും. ഈ കണക്കുകളുമായി താരതമ്യം ചെയ്താൽ ക്രസ്റ്റിന്റെ കനം എത്രയോ നിസ്സാരം അല്ലേ? ഭൗമോപരിതലത്തിന്റെ 71% സമുദ്രങ്ങളും ബാക്കി ഭാഗം ഭൂഖണ്ഡങ്ങളുമാണല്ലോ. സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ ഭൂവൽക്കത്തെ ഭൂഖണ്ഡ ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ടായി തിരിക്കാം. സാന്ദ്രത കുറഞ്ഞ ഭൂഖണ്ഡ ഭൂവൽക്കത്തിന് കനം കൂടുതലാണ്. എന്നാൽ സാന്ദ്രത കൂടുതലുള്ള സമുദ്ര ഭൂവൽക്കത്തിന് വെറും 6 കിലോമീറ്ററോളം കനമേയുള്ളൂ. ക്രസ്റ്റിന്റെ അടിയിലുള്ള പാളിയാണ് മാന്റിൽ. ഇതിന് ഏതാണ്ട് 70 മുതൽ 2890 കിലോമീറ്റർ വരെ കനമുണ്ട്. മാന്റിലിന്റെ മുകൾ ഭാഗമായ അസ്തനോസ്ഫിയർ ഭൂവൽക്കത്തെ അപേക്ഷിച്ച് തിളച്ചുരുകിയ രൂപത്തിലാണ്. മാഗ്മ എന്നറിയപ്പെടുന്ന ഈ പാറ ലായനിയെ അകത്തെ ചൂട് വാതകങ്ങൾ ഉന്തിത്തള്ളി പുറത്തു കൊണ്ടുവരും. അഗ്നിപർവ്വത സ്ഫോടന ഫലമായി പുറത്തേക്കൊഴുകുന്ന ഇതിനെ നാം ലാവ എന്ന് വിളിക്കുന്നു. ഭൂമിക്ക് ഏറ്റവും ഉള്ളിലായി ഏതാണ്ട് 2900 മുതൽ 5150 കിലോമീറ്റർ വരെ ആഴമുള്ള പാളിയാണ് കാമ്പ്. തിളച്ചുമറിയുന്ന ഇരുമ്പ്, നിക്കൽ തുടങ്ങിയ ലോഹങ്ങളുള്ള ഈ ഭാഗമാണ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിന്റെ സ്രോതസ്സ്. അർദ്ധദ്രവ്യ രൂപത്തിലുള്ള ഈ പാളിക്ക് തൊട്ടുതാഴെ ഭൂമിയുടെ ഒത്ത നടുവിലായാണ് കരരൂപത്തിലുള്ള അകക്കാമ്പ്. ഇതാണ് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി. പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് താഴേക്ക് തുറക്കുന്ന വലിയൊരു തുരങ്കം. പുകയുയരുന്ന ആ തുരങ്കത്തിനുള്ളിൽ പുറത്തേക്കൊഴുകാൻ തക്കം പാർത്തിരിക്കുന്ന തിളച്ചുമറിയുന്ന ലാവ. ഉള്ളിലെ മർദ്ദം സഹിക്കാനാവാതെ വരുമ്പോൾ വാതകങ്ങളും പാറയും ലാവയുമൊക്കെ പുറത്തേക്ക് തെറിപ്പിച്ചുകൊണ്ടുള്ള അതിഭീകരമായ പൊട്ടിത്തെറി. ഇതാണ് അഗ്നിപർവ്വതങ്ങളുടെ പൊതു സ്വഭാവം. ഭൂമിയുടെ അപ്പർ മാന്റിൽ അഥവാ അസ്തനോസ്ഫിയറിൽ നിന്നുള്ള മാഗ്മ ഭൗമോപരിതലത്തിലേക്ക് വഴി കണ്ടെത്തുന്നതോടെയാണ് അഗ്നിപർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. വിശദമായി പറഞ്ഞാൽ, ഭൂവൽക്ക ഫലകങ്ങളുടെ ചലനവും മറ്റും കൊണ്ട് ഭൂമിയിലുണ്ടാകുന്ന വിള്ളലുകൾ വഴി ഉള്ളിലെ ചുട്ടുപഴുത്ത മാഗ്മയും അനുബന്ധ വാതകങ്ങളും ചാരവും മറ്റും പുറത്തേക്ക് വന്നാണ് അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്നത്.
ഭൂമിക്കുള്ളിൽ ഉരുകിയ രൂപത്തിൽ കാണപ്പെടുന്ന ആഗ്നേയ ശിലയാണ് മാഗ്മ. ഇത് ഭൗമോപരിതലത്തിൽ എത്തുമ്പോൾ ലാവ എന്നറിയപ്പെടുന്നു. സിലിക്കയുടെ അംശം കൂടുതലാണെങ്കിൽ കട്ടി കൂടിയതും പെട്ടെന്നൊഴുകാത്തതുമായ ലാവയാണ് ഉണ്ടാവുക. ബസാൾട്ട് എന്ന ഇനം പാറയുടെ അംശമുള്ള ലാവയാണെങ്കിൽ അത് കട്ടി കുറഞ്ഞതായിരിക്കും. ബസാൾട്ട് ലാവ ഒഴുകി പരന്നാണ് ലാവാ പീഠഭൂമി രൂപപ്പെടുന്നത്. ഇങ്ങനെ ഉണ്ടായതാണ് ഇന്ത്യയിലെ ഡെക്കാൻ പീഠഭൂമി. ബസാൾട്ട് കലർന്ന ഇവിടത്തെ കറുത്ത മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.